നിർമാല്യത്തെ പറ്റിയാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് നിലമ്പൊത്താറായ ഒരു ക്ഷേത്രം. നിത്യപൂജ പോലും മുടങ്ങുന്ന വേളയിൽ ശാന്തിക്കാരൻ പോലും കൈയൊഴിയുന്ന ഒരു ഭഗവതി. അവിടെ കൂലിക്കായി പിണങ്ങിപ്രാകുന്ന ചെണ്ടക്കാരൻ. തങ്ങൾക്ക് താങ്ങായി അപ്പോഴും ഒരു ഭഗവതി ഉണ്ടെന്ന വിശ്വാസത്തിൽ കഴിയുന്ന കുറേയധികം മനുഷ്യർ. നിർമാല്യം അവർ. അപ്പോ നാളെ ഉറപ്പൂജ കഴിഞ്ഞാൽ ഞാൻ പോവാൻ. എന്നാ മടക്കം? മടങ്ങണില്ല, പൂജയ്ക്ക് വേറെ ആളെ നോക്കോട്ടെ. ഈ നിടയിൽ നിന്ന് കളി പറയരുത്. കളിയല്ല, കാര്യമാണ്. ഒരു നിവേദ്യമില്ല, പായസമില്ല. കണ്ടവരുടെയൊക്കെ തുറമുഖം കാണുകയും വേണം. എന്നിട്ടും ചോര വീഴ്ത്തണം. വെറുതെ അല്ല ഈ തലവേദന മാറാത്തെ. വേണ്ടാന്ന് വിചാരിച്ചാലും അവിടെ എത്തുമ്പോ ഒക്കെ മറക്കും. അപ്പു ഇനിയും വന്നില്ലേ? എവിടെ ആയിരുന്നടാ ഇത്ര നേരം? ഇവിടെ ഇരുന്നിട്ട് എന്താ വിശേഷം? തമ്പുരാൻ ഇവിടുത്തെ സ്ഥിതിയൊക്കെ അറിയാലോ. ഒരു ചാക്ക് നെല്ല് ചോദിച്ചൂടെ? ശാന്തിയുടെ കാര്യം പറയാതെ നടക്കാം. നെല്ല് 2 പറ നെല്ല് നാഴി വെളിച്ചെണ്ണ കൊണ്ട് മാസം കഴിയോ? എന്തുകൊണ്ടാവും നിർമാല്യം നമ്മുടെ മനസ്സിനെ തൊട്ടുപോകുന്നത്? വിശപ്പ് എന്നത് ഒരു ക്രൂര യാഥാർത്ഥ്യമായി ഈ ചലച്ചിത്രം അടയാളപ്പെടുത്തുന്നു. ദാരിദ്ര്യം എങ്ങനെയാണ് മനുഷ്യാനുഭവങ്ങളെ മാറ്റിപ്പണിയുന്നതെന്ന് MD ഇതിൽ കാട്ടിത്തരുന്നു. ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന കപ്പൽ ഛേദത്തിൽ പിതാവിന്റെ പള്ളിവാളും കാൽച്ചിലമ്പും വിൽക്കാൻ ശ്രമിക്കുന്ന മകനെ ഇതിൽ കാണാം. തൊഴിലില്ലായ്മയുടെ വേപതു പേറി അലയുന്ന അനവധി പേരിൽ ഒരാൾ. ഇവൻ രാത്രി ഉറക്കത്തിൽ ഞെട്ടി തീർക്കുകയാണ്. ഒന്ന് ഊതണം വെളിച്ചപ്പാടെ. ഇവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയോ? പോട്ടെ, ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല. വെളിച്ചപ്പാടാ, ഞാൻ പിന്നെ തരാം. അമ്പലത്തിലേക്കുള്ള വഴി ഇത് തന്നെയല്ലേ? വഴി അപ്പുറത്താണ്. ഇപ്പൊ ഇത് കൂടെ തന്നെ പോവാം. താക്കോലാരുടെ കയ്യിലാവോ? അച്ഛന്റെ കയ്യിലാവില്ല. ജാനു, നീ ഓടിപ്പോയി വാര്യത്തുനിന്ന് താക്കോല് വാങ്ങിക്കൊണ്ട. ശാന്തിക്ക് ആള് വന്നിട്ടുണ്ടെന്ന് പറ. മേലേക്കാവിലെ വെളിച്ചപ്പാട് ഇരക്കാൻ നടക്കുന്നുവെന്ന് പരിഹാസച്ചുവയുള്ള വാക്കുകളിൽ നീറിപ്പുകയുന്ന സാധു മനുഷ്യനുണ്ടിതിൽ. ശാന്തിപ്പണി നിർത്തി ചായപ്പീടിക തുടങ്ങുന്ന ശാന്തിക്കാരനെ മറ്റൊരിടത്ത് നാം കണ്ടുമുട്ടുന്നു. മുത്തശ്ശി, ഒരു ധർമ്മക്കാരൻ വന്നിരിക്കുന്നു. മേലേക്കാവിലെ വെളിച്ചപ്പാടല്ലേ? മേലേക്കാവിലെ വെളിച്ചപ്പാടാ, അകത്തിയെന്ന് പറയൂ. വെളിച്ചപ്പാടെ, നിങ്ങളും തുടങ്ങിയോ ഇറക്കാൻ നടക്കാൻ? 5 നെല്ലുണ്ടായ ഒരു ദിവസം ധർമ്മം കൊടുക്കാൻ തികയില്ല. ക്ഷമിച്ചു, ഒരുപാട് ഞാൻ ക്ഷമിച്ചു. ഇതും ഞാൻ ക്ഷമിക്കണോ നാരായണി? പകരം ആള് വരും, അത് താൻ നോക്കണ്ട. ഇനി ഒന്നും ആലോചിക്കാനില്ല, എല്ലാം ആലോചിച്ചിട്ടാ തീരുമാനിച്ചേക്കണേ. ഉണ്ണി നമ്പൂതിരിയോടുള്ള കരുതൽ വിലക്കുകളില്ലാത്ത പ്രണയമായി പടരുന്നത് നാലമ്പലത്തിനുള്ളിലായിരുന്നു എന്നത് മറ്റൊന്ന്. ഒടുവിൽ ഉണ്ണി നമ്പൂതിരി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അമ്മു പ്രകടമാക്കുന്ന ഒരു വൈകാരിക പക്വതയുണ്ട്. കാവിനകത്ത് വെച്ച് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അച്ഛനായിരുന്നു, അച്ഛൻ പോയി. എന്നാ പോണേ? ഞാനൊന്നും നിശ്ചയിച്ചിട്ടില്ല. ചിലത് പറയണമെന്ന് കുറെ ദിവസമായി വിചാരിക്കുന്നു. യാത്ര പറയാനല്ലേ? എനിക്ക് പോണം. പോയിക്കോളൂ. ഒടുവിൽ തന്റെ ഗതികേടിനെ മൈമുനി എന്ന കച്ചവടക്കാരന് മുന്നിൽ അടിയറ വയ്ക്കേണ്ടി വരുന്ന നാരായണിയുടെ ആത്മസങ്കടങ്ങൾ നോക്കുക. ചാരിയ വാതിലിനപ്പുറത്തെ കരളുനുറുങ്ങുന്ന കാഴ്ച, വേച്ചു പോകുന്ന പാദങ്ങൾ, ഊർന്നു പോകുന്ന പള്ളിവാൾ, വീണുപോകുന്ന കാൽച്ചിലമ്പ്,
അയാളുടെ ചോദ്യം, അവളുടെ മറുപടി. നാരായണി, അമ്മണി, ആരാ ഈ ത്രിസന്ധിക്ക് വാതിലും കുട്ടിയടച്ച് കിടക്കണ്? അശ്വീകരണം പിടിക്കാൻ. അമ്മണി, വാതിൽ തുറക്കാൻ. ിൽ വെച്ച് വെളിച്ചപ്പാടിനോട് ഒരാൾ പറയുന്നുണ്ട്, വെളിച്ചപ്പാടെ, ഇതിനൊക്കെ പ്രതിഫലം ഭഗവതി നിങ്ങൾക്ക് തരുമെന്ന്. ചുണ്ട് വക്രിച്ചു കൂട്ടിയ ഒരു ചിരിയാണ് അയാൾ അതിന് പകരം നൽകുന്നത്. പൊടുന്നനവേ മാഞ്ഞു പോകുന്ന ആ ഒരൊറ്റ ചിരി മതി നിർമാല്യം എന്ന സിനിമയുടെ അവസാന സീക്വൻസ്. നസ്രാണി നടൻ ഭഗവതിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നു എന്നത് വലിയ വിപ്ലവമായി കൊണ്ടാടപ്പെട്ടിട്ടുണ്ട്. അത്തരം വിലയിരുത്തലുകൾ അത്ര സമഗ്രമാണെന്ന് നമുക്ക് പറയാനാകുമോ? ഒന്നു പറയാം, മേലേക്കാവിലെ വെളിച്ചപ്പാട് ജീവിതത്തിൻ്റെ കയ്പ് നീരാകെ തൻ്റെ വിശ്വാസത്തിന് മേൽ നീട്ടിത്തുപ്പുകയാണ്. അതിനുമപ്പുറത്ത് എന്ത് നിർമാല്യമാണ് ആ ഭഗവതിക്കായി അയാൾക്ക് നിവേദിക്കാനാവുക?